കലാപം തുടരുന്ന നേപ്പാളിൽ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം രാജ്യം വിടും എന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന സൂചന. ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആണ് വരുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, അങ്ങനെ നേപ്പാൾ പ്രധാനമന്ത്രി രാജ്യം വെക്കുന്നു, പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ. കടുത്ത പ്രതിഷേധമായിരുന്നു. ഒരുപക്ഷെ നേപ്പാളിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള അതിരൂക്ഷമായ പ്രക്ഷോഭക്കാർക്ക് മുന്നിൽ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിക്ക് കീഴടങ്ങേണ്ടി വരുന്നു. അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം രാജിവെക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്ന ഒറ്റ നിലപാടിലായിരുന്നു സമരക്കാർ. ഇന്നലെ നേപ്പാളിൽ 26 സാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ടായിരുന്ന നിരോധനം നേപ്പാളിൽ ഇന്നലെ പിൻവലിച്ചിരുന്നു. അത് പിൻവലിച്ചാൽ സമരം പിൻവലിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആവശ്യം. എന്നാൽ ആ ആവശ്യത്തെ സമരക്കാർ നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് അതിരൂക്ഷമായ പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രക്ഷോഭം മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും വസതിക്ക് നേരെയായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾ ഇന്ന് തീവയ്ക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് പ്രക്ഷോഭം ഒരു പടി കൂടി കടന്ന് പാർലമെന്റ് കത്തിക്കുന്ന രൂപത്തിലേക്ക് പ്രക്ഷോഭം മാറുന്നു. ഒപ്പം വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ ഒരുപക്ഷെ നേപ്പാളിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം, സമാനതകളില്ലാത്ത വിധം പ്രക്ഷോഭം ഉണ്ടാകുന്നു. അതിന് ഒരു തരത്തിലുള്ള സമാധാന രൂപവും ഉണ്ടായിരുന്നില്ല. വീടുകൾ കത്തിക്കുന്നു, മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആക്രമണം നടത്തുന്നു. പാർലമെന്റ് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിക്ക് അതിനു മുമ്പിൽ പ്രക്ഷോഭകാരികൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നത്. ആ കീഴടങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇനി ഒരുപക്ഷെ നേപ്പാൾ പോകുന്നത് രാഷ്ട്രീയ അടിയന്തരാവസ്ഥയിലേക്കായിരിക്കാം. അതിന്റെ സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. സൈന്യം തന്നെ നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ സൈന്യത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തേക്കായിരുന്നു പ്രക്ഷോഭത്തിന്റെ പോക്കും പ്രക്ഷോഭത്തിന്റെ രീതിയും. അങ്ങനെയായിരുന്നു. ആൾക്കൂട്ടമായിരുന്നു പ്രക്ഷോഭത്തെ നയിച്ചത്. ഒരു സംഘടനയോ ഒരു നേതാവോ ഈ പ്രക്ഷോഭത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ചാണ്, ആരോടാണ് ഇതിൽ സമാധാന ചർച്ച നടത്തേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരുവിധ വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ആ ആവശ്യം സമരക്കാർ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഒടുവിൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു. നമുക്കറിയാം, തൊട്ടു മുൻപ് ഏഷ്യൻ രാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സമാനമായ അന്തരീക്ഷമായിരുന്നു. പ്രധാനമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഓഫീസിന് നേരെ രൂക്ഷമായ കല്ലേറും തീവെപ്പും ഉണ്ടാകുന്നു. അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങളിലെയും സർക്കാരുകൾ രാജിവെച്ചിറങ്ങുന്നു, പുതിയ സർക്കാരുകൾ വരുന്നു. അതേ സമാനമായ അവസ്ഥയിലേക്കാണ് നേപ്പാളും പോകുന്നത്. അവിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ആ അഴിമതിക്ക് കാരണങ്ങളും അഴിമതിക്ക് തെളിവുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നയവും ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ആ നീക്കം, ഞങ്ങൾ അഴിമതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തിനാണ് നിരോധിക്കുന്നത് എന്ന പേരിലായിരുന്നു നേപ്പാളിൽ സർക്കാരിനെതിരെ ആദ്യ വികാരമുണ്ടായത്. ആ വികാരം ചെറിയ രൂപത്തിൽ പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ ഇന്നലെ അതൊരു ജൻസി പ്രതിഷേധമായി ഇന്നലെ പുറത്തേക്ക് വരുന്നു. ആ ജൻസി പ്രതിഷേധം ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും വലിയ ബഹുജന പ്രക്ഷോഭമായി മാറുന്നു. ആ ബഹുജന പ്രക്ഷോഭമാണ് ഇന്നിപ്പോൾ നേപ്പാളിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ വലിയ പ്രക്ഷോഭമായി, സമരമായി, സർക്കാരിനെതിരായ വലിയ കലാപമായി, നേപ്പാളിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വലിയ കലാപമായി മാറുന്നു. അങ്ങനെ പാർട്ടി ഓഫീസുകൾ, പ്രത്യേകിച്ചും നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ്, നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കത്തിക്കുന്നു, നേപ്പാളിലെ പ്രധാനമന്ത്രിയുടെ വീട് കത്തിക്കുന്നു. അങ്ങനെ ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും സൗത്ത് ഏഷ്യയിൽ, ദക്ഷിണേഷ്യയിൽ കാണാത്ത വിധത്തിലുള്ള വലിയ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൻ്റെ രൂപം, പ്രതിഷേധത്തിനെ ഒന്ന് തണുപ്പിക്കാൻ പോലും ഈ കഴിഞ്ഞ 2 ദിവസമായി സർക്കാരിന് കഴിഞ്ഞില്ല. ഇതിൽ ആരെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല. അങ്ങനെ എവിടെയാണ് ഇത് കൊണ്ടെത്തിക്കേണ്ടതെന്ന് അറിയാത്തൊരു സർക്കാരായിരുന്നു നേപ്പാളിൽ ഉണ്ടായിരുന്നത്. ആ സർക്കാർ സൈന്യത്തെ ഉപയോഗിച്ച് സമരത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സൈന്യത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സമരത്തിൻ്റെ രൂപം മാറി. 20 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ 12 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. അങ്ങനെ 12 വയസ്സുള്ളവർ മുതൽ നേപ്പാളിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെക്കുന്നത്. ഈ സർക്കാർ രാജിവെച്ചിറങ്ങുക എന്നൊരൊറ്റ ആവശ്യം മാത്രമായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം ഈ സർക്കാർ അഴിമതി നിറഞ്ഞ സർക്കാരാണ്. ഞങ്ങൾ നിങ്ങളുടെ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തിനു നിങ്ങൾ നിരോധിക്കണം എന്ന ആവശ്യവും എന്ന സ്ലോഗനുമായിരുന്നു, എന്ന മുദ്രാവാക്യമായിരുന്നു ഈ സമരത്തിൻ്റെ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. ആ മുദ്രാവാക്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നേപ്പാളിലുണ്ടായിരുന്ന അഴിമതി നിറഞ്ഞ സർക്കാരാണെന്നുള്ള പ്രക്ഷോഭകരുടെ ആവശ്യം, അല്ലെങ്കിൽ അവരുടെ വാദം സർക്കാർ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും നേപ്പാളിലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു, സർക്കാർ രാജിവെച്ചിരിക്കുന്നു. ഏതാണ്ട് 4ഓളം മന്ത്രിമാർ ഇന്നലെയും ഇന്നുമായി രാജിവെച്ച് കഴിഞ്ഞു. ഇനിയും 4ഓളം മന്ത്രിമാർ രാജിവെക്കാൻ തയ്യാറെടുത്തിരുന്നു.
മന്ത്രിമാർ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നത് ഈ സർക്കാരിനൊപ്പം തുടരാൻ കഴിയില്ല, കാരണം ഇത് ജനങ്ങളുടെ പ്രതിഷേധമായി മാറിക്കഴിഞ്ഞു, അതിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നത്. ഇന്ന് കൃഷിമന്ത്രിയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയും രാജിവെക്കുന്നു. ഈ രണ്ട് മന്ത്രിമാർ, അങ്ങനെ പ്രധാനപ്പെട്ട 3 മന്ത്രിമാർ രാജിവെച്ചതോടുകൂടി തന്നെ KP ശർമ്മ ഒലി ഏതാണ്ട് പ്രതിരോധത്തിലായിരുന്നു. ഇന്നും അതിനപ്പുറത്തേക്ക് പ്രതിഷേധത്തെ ഒരു പരിധിവരെയെങ്കിലും തണുപ്പിക്കാൻ ഇന്നലെ ഉണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ടതിന് കാരണം അന്വേഷിക്കാനും അതിനൊരു സമിതിയെ നിയോഗിക്കുന്നു. പക്ഷേ ആ സമിതിയെ നിയോഗിച്ചിട്ട് പോലും അതൊന്നും കേൾക്കാനൊന്നും സമരക്കാർ തയ്യാറായില്ല. കാരണം സമരത്തിനൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല, ഒരു ആൾക്കൂട്ടത്തിൻ്റെ പ്രക്ഷോഭമായിരുന്നു. ആ ആൾക്കൂട്ടം ഒന്നും കേൾക്കാൻ തയ്യാറല്ല. ആ ആൾക്കൂട്ടത്തിന് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആവശ്യം സർക്കാർ രാജിവെച്ചിറങ്ങുക, അഴിമതി നിറഞ്ഞ സർക്കാരാണ് നിങ്ങളുടേത്, ഈ സർക്കാർ നേപ്പാളിന് ആവശ്യമില്ല എന്ന ഒരേ ഒരു വാദമായിരുന്നു. ആ വാദം ഇപ്പോൾ പ്രധാനമന്ത്രി അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഒരുപക്ഷെ നേപ്പാൾ അതിരൂക്ഷമായ ആഭ്യന്തര കലാപത്തിലേക്ക് പോയേക്കാം. കാരണം പുതിയ സർക്കാർ വരേണ്ടതുണ്ട്, ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം പോലും ഈ സമരത്തിന് മുന്നിൽ നിഷ്പ്രഭമാവുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു വലിയ പ്രക്ഷോഭം സർക്കാരിനെതിരെ ഉണ്ടാകുമ്പോൾ അത് നയിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷമാകുന്ന കാഴ്ചയാണ് നമ്മൾക്ക് അറിയാവുന്നതും നമ്മുടെ രാഷ്ട്രീയ ചരിത്രവും അതാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിന് പോലും ഒരു നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ ആയിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. ആരാണ് പ്രതിപക്ഷം എന്ന് പോലും അറിയാത്ത രൂപത്തിലായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. ആ പ്രതിഷേധത്തെ ഇനി ആര് നയിക്കും, ആരായിരിക്കും ഇനി പുതിയ പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരുടെ സർക്കാരായിരിക്കും ഇനി വരാൻ പോവുക, നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോ അല്ലെങ്കിൽ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ഇനി പ്രധാനമായിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഒരുപക്ഷെ ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ വലിയ രൂപത്തിൽ പ്രാധാന്യം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് വേണം കണക്കാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.